തുടരുന്നു. പാനൂർ സ്വദേശിനിയായ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഈ പ്രോസിക്യൂഷൻ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയിരുന്നു, അത് അംഗീകരിച്ചായിരുന്നു വിധി. ഈ വിഷയം നമുക്കറിയാം, ദാരുണമായൊരു സംഭവമായിരുന്നു. ഈ സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരിക്കെയാണ് ഈ കിടപ്പുമുറിയിലേക്ക് അതിക്രമിച്ചു കയറി കൊലപാതകം നടത്തിയത്. പ്രതിയെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനും സാധിച്ചു പോലീസിന്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഈ വാദം നടന്ന സമയത്ത് പ്രതിഭാഗം പ്രധാനമായും കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്താണ്? തീർച്ചയായും രഞ്ജിത്തെ, പാനൂർ വിഷ്ണുപ്രിയ കേസിലെ, അതായത് കേരളം കാതോർത്തിരിക്കുന്ന വിധി ഇന്നാണ്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് ജില്ലാ കോടതിയാണ് വിധി പറയുക. എന്തായാലും വെള്ളിയാഴ്ച ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് കോടതി അറിയിച്ചത്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ ഈ കേസ് ആദ്യ കേസായി പരിഗണിക്കുമെന്നാണ് സാധ്യത. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ പ്രതി വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ വിഷ്ണുപ്രിയ തന്റെ ആൺസുഹൃത്തുമായി ഇത്തരത്തിൽ വീഡിയോ കോളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ പതിഞ്ഞ 13 സെക്കൻഡ് ദൃശ്യമാണ് ഈ കേസിൽ വളരെ നിർണായകമായത്, വളരെ വലിയ തെളിവായത്. ഒപ്പം ഈ പ്രതി വീട്ടിലേക്ക് ആരുമില്ലാത്ത സമയത്താണ് ഈ കൃത്യം നടത്തുന്നത്. ഈ വീട്ടിലേക്ക് കടന്നു വന്ന് ഈ വിഷ്ണുപ്രിയയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കഴുത്തറുത്ത് അത്ര മൃഗീയമായ രീതിയിലായിരുന്നു കൊലപ്പെടുത്തിയത്. 29 മുറിവുകളായിരുന്നു വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ ചർച്ചയായ ഒരു കേസാണ്. ഈ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള കുറ്റസമ്മതവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനം. ഇതൊക്കെ പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാനായി. അതുകൊണ്ട് തന്നെ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. എന്തായാലും ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. എന്തായാലും ആ തരത്തിൽ വളരെ സന്തോഷമുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഈ വിഷ്ണുപ്രിയയുടെ മാതാവും സഹോദരിയും വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം വിധി കേൾക്കാനായി എത്തിയിരുന്നു. എന്നാലും ഇന്നേക്കാണ് വിധി മാറ്റിവെച്ചത്. ഈ മാതാവും സഹോദരിയും ഇന്നും കോടതിയിലെത്തുമാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും വലിയ സിനിമ മോഡൽ ഒരു കൊലപാതകമായിരുന്നു. കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകം. ഇതിൽ ഈ ചുറ്റികയും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും വാങ്ങുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ഇതും ഈ കേസിൽ നിർണായക തെളിവായി. ഏതായാലും നേരിട്ട് സാക്ഷികളില്ലാത്ത ഒരു കേസിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിധി വരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. എന്തായാലും ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, ശരി. കരമന കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം നേരിട്ട് പങ്കാളികളായ 3 പ്രതികളും പിടിയിലായി. രണ്ടാം പ്രതി സുബേഷിനെ ഇന്നലെ വൈകിട്ടോടെ തിരുവനന്തപുരം കരിക്കകത്ത് നിന്നാണ് പിടിച്ചത്. കൊലപാതകത്തിൽ നേരിട്ട് ഉൾപ്പെട്ട പ്രതികളായ അപ്പു എന്ന അഖിൽ, വിനീഷും പോലീസ് കസ്റ്റഡിയിലുണ്ട്. കേസിൽ ഇതിനകം 3 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൊലയാളികൾ സഞ്ചരിച്ചിരുന്ന വാഹനമോടിച്ച അനീഷ്, പ്രതികൾക്ക് ഒത്താശ ചെയ്ത ഹരിലാൽ, കിരൺ എന്നിവരാണ് റിമാൻഡിലായത്. കൊല്ലപ്പെട്ട അഖിലും കിരണും തമ്മിൽ ബാറിലുണ്ടായ തർക്കമാണ് നിഷ്ഠൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത്. കേസിൽ ഇതുവരെ 6 പേർ അറസ്റ്റിലായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ അന്വേഷണ വഴികളിലാണ് പോലീസ് എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ പോലീസ് സാധിച്ചിരുന്നു. മറ്റൊരു കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രതികൾ കൂടിയാണ് ഇത് എന്നുള്ളത് പോലീസിന്റെ അന്വേഷണം എളുപ്പമാക്കുകയും ചെയ്തു.